ഹായ് അവതാർ 3 ഫയർ ആൻഡ് ആഷ് ഏവരും കാത്തിരുന്ന രസകരമായ ചലച്ചിത്രം OTT റിലീസായിട്ടുണ്ട്. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. അവതാർ 1ന്റെയും 2ന്റെയും തുടർച്ചയായതുകൊണ്ട് അതിന്റെ റീക്യാപ്പ് കണ്ട ശേഷം ഇത് കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അവതാർ 2ാം ഭാഗത്തിന് അവസാനം ജെയ്ക്കിന്റെയും നീതീരിയുടെയും മൂത്ത മകൻ നെത്തേയാം മരണപ്പെട്ടിരുന്നു. അതോടെ ജെയ്ക്കിന്റെ കുടുംബം മൊത്തത്തിൽ ദുഃഖത്തിലാണ്ടുപോയി. ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് താനാണ് നെത്തേയാമിന്റെ മരണത്തിന് കാരണം എന്ന് ചിന്തിച്ചിരുന്ന നെത്തേയാമിന്റെ സഹോദരൻ ലോവാക്കായിരുന്നു. അവൻ ഇടയ്ക്കിടെ നെത്തേയാമിന്റെ ആത്മാവിനെ നേരിട്ട് കാണാൻ ശ്രമിച്ചു. ലോവാക്കന്ന് നെത്തേയാമിന്റെ മരണത്തിന് കാരണം താനല്ലേ എന്ന മട്ടിൽ അവനോട് ക്ഷമ ചോദിച്ചു. നെത്തേയാം സഹോദരനോട് ക്ഷമിക്കുകയും അവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. പക്ഷേ ലോവാക്കിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനെ നഷ്ടപ്പെട്ടതിലുള്ള കുറ്റബോധം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരമായി മാറി. ഇതേ സമയം ഭൂമിയിൽ സ്പൈഡറും കിരിയും അവനായി കാത്തിരിക്കുകയാണ്. കൂടെയുണ്ടായിരുന്ന സ്പൈഡറോട് കിരി സംസാരിച്ചു. അവൾക്കിപ്പോ അവളുടെ പൂർവികരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഐവയുമായി കണക്ട് ചെയ്യുന്നതിൽ നിന്നും എല്ലാവരും അവളെ വിലക്കിയിരിക്കുകയാണ്. ഐവയുമായി ബന്ധപ്പെടുമ്പോൾ അവൾക്ക് അപസ്മാരം വരുന്നു എന്നതായിരുന്നു അതിന് കാരണം. സംസാരമധ്യേ പാണ്ടോറയിൽ എല്ലാ ദിവസവും ഗ്രഹണമുണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ സ്പൈഡർ അവളെ കളിയാക്കി. ദിവസത്തിലെ ഈ പ്രത്യേക മണിക്കൂറുകളിൽ നെയ്തീരി തന്റെ മകന്റെ വിയോഗത്തിൽ അനുശോചിക്കുകയും മകന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജേക്കാകട്ടെ തന്റെ ദുഃഖം കൈകാര്യം ചെയ്തത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അവൻ മുൻ സിനിമയിലെ പഴയ കപ്പലിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ലോവാക്കും അവന്റെ കാമുകിയും ജെയ്ക്കിനൊപ്പം പോവുകയും ആയുധങ്ങൾ തിരയുകയും ചെയ്തു. തിരച്ചിലിനിടയിൽ അവർ നെയ്തീരിയുടെ വില്ല് കണ്ടെത്തി. ലോവാക്ക് അത് തന്റെ പിതാവിന് നൽകിയെങ്കിലും അത് കളയുന്നതാണ് നല്ലത് എന്നായിരുന്നു ജേക്ക് പറഞ്ഞത്. കാരണം ലോവാക്കിന്റെ അമ്മ നെയ്തീരി അത് കണ്ടാൽ അങ്ങേയറ്റം കോപിച്ചേക്കാം. പക്ഷേ അത് ഒളിപ്പിച്ചു വെക്കാൻ ലോവാക്ക് തീരുമാനിച്ചു. അവർ തിരിച്ചെത്തിയപ്പോ ലോവാക്കിനൊപ്പം അങ്ങനെ പോയതിന് റൊണാൾഡ് തന്റെ മകളെ ശകാരിച്ചു. മെത്കായിന ക്ലാനിന്റെ ആത്മീയ ഗുരുവും ക്ലാൻ ലീഡർ ടോനോവാരിയുടെ ഭാര്യയുമാണ് അവർ. തന്റെ മകൾ ജേക്സുള്ളിക്കും മറ്റും ഒപ്പം ചേർന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് സ്പൈഡർ ആകട്ടെ മനുഷ്യരുടെ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ജെയ്ക്കും അത് തന്നെ ചെയ്യുകയും അവയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ടോനോവാരിക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. മക്കായിന ഗോത്രത്തിന് അവരുടേതായ ആചാരങ്ങളുണ്ട്. ലോഹായുധങ്ങൾ ഉപയോഗിക്കാൻ അവരുടെ ഗോത്രത്തിന് അനുവാദമില്ലായിരുന്നു. കൂടാതെ വെള്ളക്കാരന്റെ ആയുധങ്ങൾ കർശനമായി അവർ നിരോധിച്ചിട്ടുമുണ്ടായിരുന്നു. ആ ആയുധങ്ങൾ ആത്മാവിനെ മലിനമാക്കും എന്നാണ് അവർ വിശ്വസിച്ചത്. റൊണാൾഡ് ജേക്കിനെ ശകാരിച്ചു. തോക്കുകൾക്കായി അലയുന്നതിന് പകരം അവനിപ്പോൾ അവന്റെ ഭാര്യയോടൊപ്പമാണ് ഉണ്ടായിരിക്കേണ്ടതെന്നും അവളുടെ വേദനയിൽ അവളെ സഹായിച്ച് നല്ലൊരു പങ്കാളിയാകണമെന്നും റൊണാൾഡ് നിർദ്ദേശിച്ചു. ജേക്ക് തന്നെ കൊണ്ടാവുന്നതത്രയും നീതിരിക്കായി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഉപരിയായി അവർക്ക് വേണ്ടത് പ്രതികാരമാണ്. ഒരു യുദ്ധം വൈകാതെ വരുമെന്ന് ജെയ്ക്കിന് അറിയാമായിരുന്നു. പഴയ രീതികൾ കൊണ്ട് ആ യുദ്ധം ജയിക്കാൻ സാധിക്കില്ല. അമ്പും വില്ലും കൊണ്ട് ഒരിക്കലും ശക്തരായ പടയ്ക്കെതിരെ പോരാടാൻ പോലും കഴിയില്ല. ആധുനിക ആയുധങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു വിജയാവസരമെങ്കിലും ഉണ്ട്. പക്ഷേ ടോനോവാരി പറഞ്ഞു, ജെയ്ക്കിന് ഈ യുദ്ധം ജയിക്കണമെങ്കിൽ അവൻ വീണ്ടും തുറൂക്ക് മാക്തോവാകണം. പക്ഷേ ജേക്ക് അത് നിരസിച്ചു. തുറൂക്ക് മാക്തോ തിരിച്ചു വന്നാൽ അത് പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കും എന്നവൻ അറിയാമായിരുന്നു. താൻ ആ ജീവിയുമായി കണക്ഷൻ സ്ഥാപിക്കുമ്പോൾ തന്റെ മനസ്സ് പൂർണ്ണമായും മാറുകയാണ് എന്നവൻ വിശദീകരിച്ചു. ശത്രുക്കളെ നശിപ്പിക്കണമെന്ന ചിന്ത മാത്രമാണ് എന്നെ ഭരിക്കുക എന്നവൻ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഉള്ളിലെ വേദനയെ നേരിടാനായിരുന്നു ടോനോവാരി ജെയ്ക്കിനോട് നിർദ്ദേശിച്ചത്. ഇതേസമയം മറുവശത്ത് രക്ഷപ്പെട്ടിരുന്ന കേണൽ മൈൽസ് ക്വാറിച്ചാകട്ടെ ജേക്കിനെ കണ്ടെത്തുന്നതിനുള്ള ഭ്രാന്തമായ ചിന്തകളിലായിരുന്നു. അതിനായി ഒരു ചെറിയ ദൗത്യത്തിന് പുറപ്പെടാൻ ക്വാറിച്ച് തീരുമാനിച്ചു. മുമ്പ് പരാജയപ്പെട്ടെങ്കിലും തന്റെ തെറ്റുകൾ തിരുത്തി ജേക്കിനെ പിടികൂടണം എന്ന് ക്വാറിച്ച് ഉറപ്പിച്ചിരുന്നു. അന്ന് രാത്രിയിൽ ലോവാക്കും കാമുകയും ചേർന്ന് അവർ കണ്ടെടുത്ത നെയ്തീരിയുടെ വില്ല് അവിടെ ഒരിടത്ത് കുഴിച്ചിട്ടു. എന്തിനും താൻ കൂടെയുണ്ടാകുമെന്ന് കാമുകി ലോവാക്കിന് ഉറപ്പ് നൽകി. അടുത്ത ദിവസം ജേക്ക് നെയ്തീരിക്കായി അമ്പ് തയ്യാറാക്കുകയായിരുന്നു. വൈകാതെ തങ്ങൾക്ക് ഒരു യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വരും എന്ന് ജെയ്ക്ക് പറഞ്ഞു. പക്ഷേ നെയ്തീരി ആ അമ്പ് നിരസിച്ചു. അവന്റെ മുന്നിൽ വെച്ച് തന്നെ ആ അമ്പ് ഒടിക്കുകയും ചെയ്തു. അതോടെ ജെയ്ക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ തന്റെ ദേഷ്യം മുഴുവൻ പുറത്തെടുക്കുകയും തനിക്ക് പ്രതികാരം വേണം എന്ന് പറയുകയും ചെയ്തു. തന്നെയുമല്ല അവൾ ദിവസത്തിലെ എല്ലാ മണിക്കൂറുകളും പ്രാർത്ഥനയ്ക്കായി ഇങ്ങനെ ചിലവഴിക്കുന്നത് നിരാശാജനകമാണെന്ന് അവൻ എടുത്തു പറഞ്ഞു. പക്ഷേ നെയ്തീരി അതിനെ എതിർത്തു. കണ്ണീരോടെ അവൾ പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് അവനൊരു
ധാരണയുമില്ലെന്ന്. അവൾക്ക് അവളുടെ പിതാവിനെയും മകനെയും നഷ്ടപ്പെട്ടു. സ്വന്തം ഗോത്രത്തിനൊപ്പം പോലുമല്ല അവൾക്കിപ്പോൾ അവശേഷിക്കുന്നത്. മഹത്തായ ഐവയോടുള്ള ഭക്തി മാത്രമാണ്. ഐവ തങ്ങളെ സംരക്ഷിക്കുമെന്ന് അവൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് കേട്ടതും ജേക്കിന് സങ്കടം തോന്നി. ജേക്ക് അവളോട് മാപ്പ് ചോദിച്ചു. അവളെ ചേർത്തു പിടിച്ചു. അവർ അങ്ങനെ ദുഃഖം പങ്കിട്ടിരുന്ന സമയത്ത് സ്പൈഡറും എമോവാത്തും ടോനോവാരിയുടെ മക്കളും പയക്കാനൊപ്പം സമയം ചിലവഴിക്കുകയായിരുന്നു. എമോവാത്തിന്റെ സഹോദരൻ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ടുൾക്കൂൺ സംസാരിച്ചു. പിന്നീട് അവർ തിരികെ എത്തി. സ്പൈഡർ ഉറങ്ങുകയായിരുന്നു. അപ്പോഴായിരുന്നു അവന്റെ മാസ്കിലെ ഓക്സിജൻ തീർന്നത്. സ്പൈഡർ മരണത്തോട് മല്ലിടാൻ തുടങ്ങി. എല്ലാവരും സ്പൈഡറിന്റെ അടുത്ത മാസ്ക് തേടാൻ ആരംഭിച്ചു. പക്ഷേ നെയ്തീരി മാത്രം അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ജെയ്ക്ക് അത് ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ മാസ്ക് കണ്ടെത്തി സ്പൈഡറിന്റെ ജീവൻ തിരിച്ചു പിടിച്ചു. നെയ്തീരിയുടെ ഈ തണുപ്പൻ മനോഭാവം ശ്രദ്ധിക്കാതിരിക്കാൻ ജെയ്ക്കിന് കഴിഞ്ഞില്ല. അധികം വൈകാതെയാണ് മത്കായിന ക്ലാനിലേക്ക് ആകാശ വ്യാപാരികൾ എത്തിച്ചേർന്നത്. യുവതലമുറ അവരെ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇതിനിടയിൽ ജെയ്ക്ക് ചിലതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആകാശ വ്യാപാരികളുടെ ക്യാപ്റ്റനെ കണ്ട് ജെയ്ക്ക് അദ്ദേഹത്തോടൊരു സഹായം അഭ്യർത്ഥിച്ചു. സ്പൈഡറിനെ തിരികെ ഒമാത്തിക്കായ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അവന് അവിടെ അതിജീവിക്കാൻ പറ്റൂ. പിന്നീട് തന്റെ തീരുമാനം അറിയിക്കാൻ ജെയ്ക്ക് തന്റെ കുടുംബത്തെ വിളിച്ചുകൂട്ടി. കുടുംബത്തിലെ തലവൻ എന്ന നിലയിൽ ജെയ്ക്ക് അവരുടെ നല്ലതിനായി ആ കഠിന തീരുമാനമെടുത്ത കാര്യം പറഞ്ഞു. ആക്രമിക്കാൻ മനുഷ്യരുടെ സംഘം തിരികെ എത്തുമെന്നും സ്പൈഡർ അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി മാറുമെന്നും സ്പൈഡറുടെ ജീവൻ രക്ഷിക്കാൻ അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ താൻ ഈ കുടുംബത്തിന്റെ ഭാഗമാണെന്നും താൻ പിരിഞ്ഞു പോവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു സ്പൈഡർ പറഞ്ഞത്. കിറിയും സ്പൈഡറും എമോവാത്തും തങ്ങളുടെ പിതാവിനോട് അതിന്റെ പേരിൽ അങ്ങേയറ്റം ദേഷ്യം പ്രകടിപ്പിച്ചു. എമോവാത്ത് ജെയ്ക്കിന്റെ കണ്ണിലേക്ക് നോക്കി ധൈര്യത്തോടെ പറഞ്ഞു, എനിക്കിതിനകം ഒരു സഹോദരനെ നഷ്ടപ്പെട്ടു. മറ്റൊരാളെ കൂടി നഷ്ടപ്പെടുത്താൻ താൻ തയ്യാറല്ല. അതോടെ വേറെ വഴിയൊന്നുമില്ലാതായ ജെയ്ക്ക് പുതിയൊരു പദ്ധതി തയ്യാറാക്കി. അവർ മത്കായിന ക്ലാൻ വിട്ടുപോവാൻ പോകുന്നു. ആകാശ വ്യാപാരികളുടെ കൂടെ കാറ്റിന്റെ ഗോത്രത്തോടൊപ്പം അവിടെ നിന്നവർ പറന്നുയരും. യാത്രാമധ്യേ സ്പൈഡറിനെ സുരക്ഷിതമായി ഒമാത്തിക്കായ ക്ലാനിനടുത്തെത്തിക്കും. അവർക്കൊരുമിച്ച് അവസാനമായി ഒരു കുടുംബയാത്ര നടത്താം. ജെയ്ക്ക് പിന്നാലെ ആകാശ വ്യാപാരികളുടെ നേതാവിനോട് അതിനെപ്പറ്റി സംസാരിച്ചു. യാത്രാമധ്യേ വേട്ടക്കാരോ കള്ളന്മാരോ അവരെ ആക്രമിച്ചാൽ തങ്ങളൊപ്പമുണ്ടാകുന്നത് അവരെ കൂടുതൽ സുരക്ഷിതമാക്കും എന്ന് ജെയ്ക്ക് വാദിച്ചു. എന്തു തന്നെയാണെങ്കിലും ജെയ്ക്ക് തുറുക് മാക്തോ ആണല്ലോ. ആകാശ വ്യാപാരികളുടെ നേതാവ് അത് അംഗീകരിച്ചു. അങ്ങനെ ആകാശ വ്യാപാരികളുടെ കൂടെ അവർ യാത്രയാരംഭിച്ചു. ആദ്യമൊക്കെ യാത്ര തികച്ചും സുരക്ഷിതമായിരുന്നു. ഏവരും ആഘോഷത്തിലും മറ്റും ഏർപ്പെട്ടിരുന്നു. ഇതേസമയം മറുവശത്ത് ക്വാറിച്ചിനും സംഘത്തിനും അടുത്തിടെ ലഭിച്ച ചില ദൃശ്യങ്ങൾ വെച്ച് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചു. ആകാശ വ്യാപാരികളുടെ ഒപ്പം ജെയ്ക്കും സ്പൈഡറും മറ്റുള്ളവരും ഉണ്ടെന്നായിരുന്നു അത്. വൈകാതെ സ്പൈഡറെയും മറ്റും പിടികൂടാൻ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. ഏറെക്കുറെ ഇതേ സമയത്താണ് മറുവശത്ത് ആകാശ വ്യാപാരികളുടെ നൗക ആക്രമിക്കപ്പെട്ടത്. ആക്രമിക്കാൻ എത്തിയത് ക്രൂരന്മാരായ കൊള്ളക്കാരായിരുന്നു. അക്രമാസക്തരായ നാവി ഗോത്രമായ മങ്ക്വാനിലെ വേട്ടക്കാർ ആ ചരക്ക് വ്യൂഹത്തെ ഒളിഞ്ഞിരുന്നവർ ആക്രമിച്ചു. അവരുടെ മാതൃമേധാവിയായ വരാങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ആഷ് പീപ്പിൾ എന്നായിരുന്നു അവർ വിളിക്കപ്പെട്ടിരുന്നത്. അതായത് ചാരമനുഷ്യർ. ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു അവിടെ നടന്നത്. ആഷ് പീപ്പിൾസ് അവരുടെ പറക്കും കപ്പലുകൾ കൊള്ളയടിക്കുകയും അതിന് തീയിടുകയും ചെയ്തു. അത് പലരുടെയും മരണത്തിന് കാരണമാവുകയും സള്ളി കുടുംബം മരണത്തോട് മല്ലിട്ട് പോലും പല വഴിക്ക് ചിതറി വീഴുന്ന അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. നെയ്തീരി ആക്രമണത്തിനിടയിൽ ശക്തമായി പരിക്കേറ്റ് കാടിനകത്തേക്ക് പതിച്ചു. അതും അവളുടെ ബാൻഷിക്കൊപ്പം. കിരിയും സ്പൈഡറും ലൊവാക്കും ജെയ്ക്കിന്റെ ഇളയമകൾ ടക്കും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കിരിയുടെ എക്രാന് സാരമായ പരിക്കേൽക്കുകയും അവർ കാടിനകത്ത് പതിക്കുകയും ചെയ്തു. കിരി ആ ജീവിയോട് ക്ഷമ ചോദിച്ചു. അതിനെ അവിടെ ഉപേക്ഷിക്കുകയല്ലാതെ അവർക്ക് വഴിയുണ്ടായിരുന്നില്ല. സ്പൈഡറിന്റെ മാസ്കിലെ ഓക്സിജൻ തീരാൻ തുടങ്ങിയിരുന്നു. പകരം മറ്റൊന്നെടുക്കണമെങ്കിൽ അവർക്ക് തകർന്നു വീണുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് മടങ്ങണം. ആ യാത്രയിലാണ് അവർ തികച്ചും അപ്രതീക്ഷിതമായി ചാരമനുഷ്യരുടെ നേതാവും മങ്ക്വാൻ ഗോത്രത്തിന്റെ മാതൃമേധാവിയുമായ വരാങ്ക് ചെയ്യുന്ന ക്രൂരത അവർ നേരിട്ട് കണ്ടത്. താഴെ വീണ നവികളുടെ ഏറ്റവും വലിയ പ്രധാന വസ്തുവായ വാല് അവർ മുറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ നവികൾക്ക് മരണശേഷം ഐവയിലേക്ക് തിരികെ പോവാൻ പറ്റില്ല. മുക്തി കിട്ടാതെ അവർ അലഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല നവികളുടെ ശക്തിയും അവൾ വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആഷ് പീപ്പിൾസിൽ ഒരാൾ ആ കുട്ടികളെ കാണുന്നത്. അതോടെ അവരെ വേട്ടയാടാൻ ആ സംഘം ആരംഭിച്ചു. ലൊവാക്ക് അവരെ വകവരുത്തി. പിന്നാലെ അവിടെ നോടി. വാരങ്ങും സംഘവും അങ്ങോട്ടേക്ക് ഓടിയെത്തി. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരം പരിശോധിച്ചപ്പോ വരാങ്ങിന് അതിശയം തോന്നി.
അതോടെ ആ ആയുധത്തെപ്പറ്റി കൂടുതൽ കണ്ടെത്താൻ വേണ്ടി ആ കുട്ടികളെ പിടികൂടാൻ വരാങ് ഉത്തരവിട്ടു. ആഷ് പീപ്പിൾസ് കുട്ടികളെ പിടികൂടാൻ പിന്നാലെ പാഞ്ഞു. മുന്നോട്ടോടി അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി മുന്നിലുള്ള വെള്ളത്തിലേക്ക് ചാടുക എന്നതായിരുന്നു. ടക്ക് പക്ഷെ വല്ലാതെ ഭയന്നു. പക്ഷേ ലൊവാക്ക് അവളുടെ കുടുംബ നിയമങ്ങളെക്കുറിച്ചും അവരുടെ പിതാവ് എപ്പോഴും പറയാറുള്ള കാര്യങ്ങളെക്കുറിച്ചും അവളെ ഓർമ്മിപ്പിച്ചു. അവൾക്ക് ധൈര്യം പകർന്നു. ഇതിനിടയിൽ നെയ്തേരിയുടെ ബാൻഷി തന്റെ യജമാനത്തിയെ കണ്ടെത്തി. കുട്ടികൾ സുരക്ഷിതമായൊരിടത്തെത്തിയെങ്കിലും സ്പൈഡറിന്റെ ഓക്സിജൻ ഏതാണ്ട് തീർന്നിരുന്നു. മറ്റു വഴികളില്ലാത്തതിനാൽ അവർക്ക് വന്ന വഴിയിലേക്ക് തിരിയേണ്ടി വന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാത്തതിനാൽ നേതൃത്വം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ലൊവാക്ക് വല്ലാതെ ഭയന്നിരുന്നു. എന്നാലും മടങ്ങാൻ അവർ തീരുമാനിച്ചു. ഇതേ സമയം കാടിനകത്തിറങ്ങിയ ജെയ്ക്ക് സ്പൈഡറിന്റെ മാസ്ക് കണ്ടെത്തി. ആ സമയം ക്വാറച്ചും സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. മറുവശത്ത് പരിക്കേറ്റിട്ടും നെയ്തീരി ഒരു തരത്തിൽ തന്റെ ബാൻഷിയിലേക്ക് കയറിപ്പറ്റുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ജെയ്ക്ക് ക്വാറച്ചിന്റെ ബന്ദിയായി മാറിയിരുന്നു. പക്ഷേ സ്പൈഡർ അപകടത്തിലാണെന്ന കാര്യം ജെയ്ക്ക് ക്വാറച്ചിനെ ഓർമ്മിപ്പിച്ചു. കാര്യം ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ജെയ്ക്ക് പറഞ്ഞ ആ കാര്യം അംഗീകരിക്കാൻ ക്വാറച്ച് നിർബന്ധിതനായി. സ്പൈഡറിനടുത്തെ കവറിയെത്തിക്കാൻ ജെയ്ക്കിന് മുന്നിൽ നടക്കേണ്ടി വന്നു. മറുവശത്ത് കുട്ടികൾ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈഡർ വല്ലാതെ തളർന്നിരുന്നു. ലൊവാക്ക് അവനെ പുറത്തു ചുമന്നു കൊണ്ടുപോകാൻ തുടങ്ങി. മറുവശത്ത് നെയ്തീരി പറന്നുയർന്നു കഴിഞ്ഞിരുന്നു. താഴെ വീണുപോവാതിരിക്കാൻ അവൾ തന്നെ തന്റെ ഇക്രാനുമായി ബന്ധിപ്പിച്ചു. ഈ സമയം കാടിനകത്തെത്തിയ കുട്ടികളുടെ ചുറ്റും ഐവയുടെ വിത്തുകളായ വുഡ് സ്പ്രൈറ്റുകൾ പറക്കാൻ ആരംഭിച്ചു. എല്ലാ അപകടങ്ങളും അവഗണിച്ച് കിറിയൊന്നിന് തീരുമാനിച്ചു. തന്റെ ആത്മീയ ശക്തികൾ ഉണർത്തി അവൾ ഐവയുമായി ബന്ധപ്പെട്ടു. അവൾ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന സ്പൈഡറിന്റെ വായ്ക്കുള്ളിലേക്ക് ആ വിത്തുകളിൽ ഒന്ന് വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഐവ സ്പൈഡറുമായി കണക്റ്റായി. സ്പൈഡറിന് പാണ്ടോറയിലെ വായു ശ്വസിക്കാൻ സാധിച്ചു. ആ സസ്യം അവന്റെ ശരീരവുമായി ഒരു സഹജീവന ബന്ധം സ്ഥാപിച്ചു. സ്പൈഡർ ഉണർന്നപ്പോ ഇതെങ്ങനെ സാധിക്കുന്നു എന്നവിടെയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. താൻ മരിച്ചുവെന്നായിരുന്നു സ്പൈഡർ പോലും കരുതിയത്. പക്ഷേ സ്പൈഡറിന് അങ്ങനെ സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിഞ്ഞതും എല്ലാവരും അത്യധികം സന്തോഷിച്ചു. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് അവരുടെ മേൽ അമ്പുകളുടെ ഒരു മഴ പെയ്തു. ആഷ് പീപ്പിൾസ് അങ്ങോട്ടേക്ക് എത്തി അവരെ ആക്രമിച്ചു. അവരെ ബന്ദികളാക്കി. ലൊവാക്കിന്റെ കയ്യിലെ തോക്ക് കണ്ടതും അതിൽ വരാങ് വല്ലാതെ ആകൃഷ്ടയായി. അതെങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യം അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ സ്പൈഡറിനെ കണ്ടും അവൾ അത്ഭുതപ്പെടുന്നുണ്ട്. ഈ സമയമായിരുന്നു അങ്ങോട്ടേക്ക് ജെയ്ക്കും മറ്റുള്ളവരും എത്തിച്ചേരുന്നത്. കുട്ടികളെ രക്ഷപ്പെടുത്താൻ ചാരമനുഷ്യരെ ആക്രമിച്ചേ പറ്റൂ. മൈൽസ് ക്വാറിച്ച് അത് മനസ്സിലാക്കി ജെയ്ക്കിനെ മോചിപ്പിച്ചു. ജെയ്ക്ക് ആക്രമണം നടത്തി. കൂട്ടത്തിൽ ക്വാറിച്ച് വരാങ്ങിനെ ബന്ദിയാക്കി വെച്ചു. പക്ഷേ വരാങ് ബുദ്ധിപരമായി തിരിച്ചടിച്ചു. ക്വാറച്ചിനെ അടിച്ച് താഴെ വീഴ്ത്തി. അവരുമായി കണക്ട് ചെയ്ത് അവന്റെ ശക്തി വലിച്ചെടുത്ത് ക്വാറച്ചിനെ കൊല്ലാൻ വരാങ് ശ്രമിച്ചു. പക്ഷേ ക്വാറിച്ച് നന്നായി പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. ക്വാറിച്ചിന്റെ ആ പവറിൽ വരാങ് ആകൃഷ്ടിയായി. ക്വാറിച്ച് അതോടെ കളി മാറ്റിക്കളിച്ചു. തോക്കെങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യം അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ക്വാറിച്ച് പറഞ്ഞു. പക്ഷേ ക്വാറിച്ച് അത് പഠിപ്പിച്ചു കഴിഞ്ഞതും വീണ്ടും അവരെല്ലാവരും ബന്ദികളാക്കപ്പെട്ടു. ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ ബലി കൊടുക്കാനായിരുന്നു വരാങ് ഉത്തരവിട്ടത്. അതിനായി അവരെ ബന്ദികളാക്കി അവരുടെ ഇടത്തേക്ക് വരാങ്ങും സംഘവും കൊണ്ടുപോയി. ഇതേസമയം മറുവശത്ത് ഒമാത്തിക്കായ ക്ലാനുള്ള ഇടത്തേക്ക് തന്റെ ഇക്രാനിൽ നെയ്തീരി എത്തിച്ചേർന്നിരുന്നു. അവിടുള്ളവർ നെയ്തീരിയെ രക്ഷപ്പെടുത്തി ചികിത്സയ്ക്കായി മാറ്റി. മറുവശത്ത് തങ്ങളുടെ ഇടത്തെത്തിയ ആഷ് പീപ്പിൾസ് അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളുമൊക്കെ തുടങ്ങിയിരുന്നു. എല്ലാവരെയും ബലി നൽകാൻ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കിട്ടിയ അവസരത്തിൽ കിറി ഉണർന്ന് പ്രവർത്തിച്ചു. കിറി അവിടുത്തെ മരങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും കാവൽക്കാരെ ഇല്ലാതാക്കാൻ അവ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നാലെ ബന്ദികളായിരുന്ന അവർ അവിടെ നിന്ന് ബുദ്ധിപരമായി രക്ഷപ്പെട്ടു. വൈകാതെ ചാരമനുഷ്യർ അത് മനസ്സിലാക്കി വലിയൊരു തിരച്ചിലിന് വരാങ് ഉത്തരവിട്ടു. പക്ഷേ അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കിറിക്കും സംഘത്തിനും സാധിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് നെയ്തീരി ചികിത്സയിലായിരുന്നു. മൊവാത്തിന്റെ പ്രാർത്ഥനകൾ കേട്ട് അവൾ കണ്ണു തുറന്നു. മൊവാത്ത് ഒമാത്തിക്കായ ക്ലാനിന്റെ ആത്മീയ നേതാവും നെയ്തീരിയുടെ അമ്മയുമാണ്. കണ്ണു തുറന്നതും നെയ്തീരി പാനിക്കായി കഴിഞ്ഞിരുന്നു. തന്റെ കുടുംബത്തെ രക്ഷപ്പെടാൻ ഉടൻ പോകണം എന്നവൾ പറഞ്ഞു. ഇതേസമയം മറുവശത്ത് നദിയിലൂടെ നടന്ന് അവർ കാടിന്റെ ഒരു ഭാഗത്തെത്തി. അവിടെ കുറച്ചുനേരം വിശ്രമിക്കാൻ സള്ളി കുടുംബം തീരുമാനിച്ചു. മൈൽസ് ക്വാറിച്ചും അവരുടെ കൂട്ടത്തിലുണ്ട്. ജെയ്ക്ക് ആ സമയം ക്വാറിച്ചിനോട് സംസാരിച്ചു. രക്ഷപ്പെടാൻ സഹായിച്ചതിനും മറ്റും നന്ദി പറഞ്ഞു. അവരുടെ പക്കൽ പരസ്പരം പോരടിക്കാൻ ഒരായുധങ്ങളും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ക്വാറിച്ച് അപ്പോഴും തണുപ്പൻ മനോഭാവത്തിലാണ് ജെയ്ക്കിനോട് സംസാരിച്ചത്. തങ്ങളിപ്പോഴും ശത്രുക്കളാണെന്നും അവനൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് താൻ അവനെ വേട്ടയാടും എന്നും ക്വാറിച്ച് വ്യക്തമാക്കി. തൽക്കാലത്തേക്ക് അവരൊരു സന്ധിയിലെത്തി. ജെയ്ക്കിനോട് വെറുപ്പുണ്ടായിരുന്നെങ്കിലും അവൻ തന്റെ മകനെ നല്ലൊരു വ്യക്തിയായി വളർത്തി
എന്ന കാര്യം അംഗീകരിക്കാതിരിക്കാൻ ക്വാറച്ചിന് സാധിച്ചില്ല. ക്വാറച്ചിന്റെ ആ അഭിനന്ദനം ജേക്കിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിച്ചു. പിന്നീട് ക്വാറച്ചിനോട് മാറി ചിന്തിക്കാനും തങ്ങളുടെ കൂടെ കൂടാനും എന്ന മട്ടിൽ ജേക്ക് സംസാരിച്ചെങ്കിലും തനിക്ക് മാറാൻ ഒരു ഉദ്ദേശവുമില്ല എന്നായിരുന്നു കാറിച്ച് പറഞ്ഞത്. പണ്ടേ മികച്ച വ്യക്തിയാകാൻ തനിക്ക് അവസരമുണ്ടായിരുന്നു, പക്ഷേ ഞാനതിന് തയ്യാറല്ല. ഞാൻ നബികളെ വെറുക്കുന്നുണ്ട്. എന്നെപ്പോലുള്ള ആളുകൾ ഒരിക്കലും മാറില്ല എന്നായിരുന്നു ക്വാറിച്ച് പറഞ്ഞത്. കുറച്ചു സമയം അങ്ങനെ കടന്നുപോയി. പുലർച്ചെയായപ്പോൾ ഇക്രാന്റെ അലർച്ച കേട്ടു. അതവരെ കൂടുതൽ ജാഗരൂകരാക്കി. അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് പക്ഷേ ശത്രുക്കളായിരുന്നില്ല. ഒമാത്തിക്കായ ക്ലാനിലുള്ളവർ അവരെ രക്ഷിക്കാൻ വന്നതായിരുന്നു. ക്വാറിച്ച് പക്ഷേ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടി മാറി. നെയ്തീരി ഒടുവിൽ അവളുടെ കുടുംബവുമായി വീണ്ടും ഒന്നിച്ചു. പക്ഷേ സ്പൈഡർ സ്വന്തമായി ശ്വസിക്കുന്നത് കണ്ട് അവിടെയുള്ള എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ശാസ്ത്രജ്ഞനായ നോമിന് അത് അതിശയമായിരുന്നു നൽകിയത്. ഒടുവിലവർ ഒമാത്തിക്കായുടെ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തി. അവിടെ എത്തിയതും പേരക്കുട്ടികൾ തങ്ങളുടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കാനോടി. ആ ക്യാമ്പിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞരായ നോം സ്പെൽമാനും മാക്സ് പട്ടേലും ഒന്നിച്ച് സ്പൈഡറെ പരിശോധിച്ചു. സ്പൈഡറിന് എങ്ങനെ ശ്വസിക്കാൻ കഴിയുന്നു എന്ന കാര്യം ഒടുവിലവർ തിരിച്ചറിഞ്ഞു. അവന്റെ ശ്വാസകോശത്തിൽ പടർന്നിട്ടുള്ള മിസീലിയാണ് അതിന് കാരണം. അത് കൂടുതൽ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചാൽ മനുഷ്യർക്കവിടെ സ്വതന്ത്രമായി ശ്വസിക്കാൻ പറ്റും. പക്ഷേ അതവരെ കൂടുതൽ പേടിപ്പെടുത്തി. കാരണം ഇക്കാര്യം RDAയിലുള്ളവർ മനസ്സിലാക്കിയാൽ അത് പാണ്ടോറയിലെ ജീവജാലങ്ങൾക്ക് കൂടുതൽ അപകടകരമായി മാറും. മനുഷ്യർ പാണ്ടോറ കീഴടക്കും. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന കിറി ഐവയുമായി കണക്ട് ചെയ്ത് തന്റെ അസ്തിത്വം കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ അവൾക്കതിനിടയിൽ അപസ്മാരം വന്നു. പക്ഷേ മൊവാത്തും മറ്റുള്ളവരും ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി. പിന്നാലെ അവളുടെ ജന്മരഹസ്യം അവളോടവർ വെളിപ്പെടുത്തി. കിറിക്ക് ഒരു ബയോളജിക്കൽ ഫാദർ ഇല്ല. അവളുടെ അമ്മ മരണാസന്നിയായി കിടന്ന സമയത്ത് അമ്മയെ രക്ഷിക്കാൻ അവരെല്ലാവരും ഐവയോട് അപേക്ഷിച്ചു. പക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചു. ഐവ അവളുടെ അമ്മയെ ഗർഭിണിയാക്കി. അങ്ങനാണ് അവൾ പിറന്നു വീണത്. അതുകൊണ്ടാണ് അവൾ മറ്റുള്ളവരിൽ നിന്ന് ഇത്രമേൽ വ്യത്യസ്തയായതും. അവൾ എങ്ങനെ ജനിച്ചാലും തങ്ങളെല്ലാവരും അവളെ യാതൊരു നിബന്ധനകളുമില്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളുടെ കുടുംബം അവളെ ചേർത്തു പിടിച്ചു, ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇതേസമയം മറുവശത്ത് ജയിക്കിൽ നിന്നും കാര്യങ്ങൾ നെയ്തേരിയും മറഞ്ഞിരുന്നു. സ്പൈഡറിനെയും ജീവനോട് തുടർന്നാൽ അതെല്ലാവർക്കും അപകടമാകും എന്ന് പറഞ്ഞ നെയ്തേരി സ്പൈഡറിന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് ജേക്കിനോട് പറഞ്ഞു. അവളുടെ മനസ്സിൽ അവൻ പാണ്ടോറയ്ക്ക് നേരിട്ടുള്ളൊരു അപകടമായി മാറിയിരുന്നു. ഇതേസമയം ടുൾക്കൂണുകൾ ക്രൂരമായി തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങൾ മത്കായിന ട്രൈബിനെ അറിയിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് സള്ളി കുടുംബം പറന്നെത്തി. ടോണോവാരിയുമായി സംസാരിച്ചു. ടുൾക്കൂണുകളുടെ മഹാസംഗമം ഉടൻ വരുന്നുണ്ട് എന്ന് ടോണോവാരി ജേക്കിനോട് പറഞ്ഞു. അവർ പയക്കാനെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴും സ്പൈഡറിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്ന റൊണാൾഡിന് അത്യധികം അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടായിരുന്നു. നെയ്തേരിക്ക് അപ്പോഴും പൂർണ്ണമായി സുഖപ്പെട്ടിട്ടില്ല. റൊണാൾഡ് നെയ്തേരിക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ഇരുവരും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കിടയിലും വാക്കുതർക്കങ്ങൾ ഉണ്ടായി. എന്നിരുന്നാലും റൊണാൾഡ് അവളെ ചികിത്സിച്ചു. അന്ന് രാത്രി ടുൾക്കൂണുകളുടെ വിചാരണ ആരംഭിക്കുകയാണ്. പയക്കാൻ യുവാക്കളിലേക്കും യുവജനങ്ങളിലേക്കും ദോഷകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു എല്ലാവരും ആരോപിച്ചത്. വലിയ ടുൾക്കൂണുകളും നേതാക്കളും അവനോടുള്ള തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചു. പയക്കാന്റെ കാര്യം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ട ലൊവാക്ക് തന്റെ പിതാവിനോട് പയക്കാന് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ ജയ്ക്ക് അനങ്ങിയില്ല. ഒടുവിൽ വിധി പ്രഖ്യാപിക്കപ്പെട്ടു. പയക്കാനെ നാടുകടത്താനായിരുന്നു തീരുമാനം. പയക്കാന് ആരുമായും ഇനി സൗഹൃദം സ്ഥാപിക്കാനോ ഒന്നിനും സാധിക്കില്ല. പയക്കാൻ ഒറ്റപ്പെടും. ആർക്കും അവന്റെ പാട്ട് കേൾക്കാനും അനുവാദമില്ല. അത് കേട്ടതും ലൊവാക്ക് പൂർണ്ണമായും കോപിഷ്ഠനായി. പയക്കാൻ തങ്ങൾക്കായി പോരാടിയെന്നും അവിടെയുള്ള ആരെക്കാളും അവൻ ശക്തനാണെന്നും പറഞ്ഞുകൊണ്ട് അവനെല്ലാവരോടും ആക്രോശിച്ചു. അവരുടെയൊക്കെ തീരുമാനം പുനഃപരിശോധിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. പക്ഷേ ജേക്ക് തന്റെ മകനെ മീറ്റിംഗിൽ നിന്ന് വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അവൻ വിവേകശൂന്യനും മര്യാദ കെട്ടവനുമാണെന്ന് വിളിച്ചു പറഞ്ഞു. അവരിപ്പോൾ സ്വന്തം വീട്ടിലല്ലെന്നും മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും അവൻ ലൊവാക്കിനെ ഓർമ്മിപ്പിച്ചു. ആ ദേഷ്യത്തിന്റെ പുറത്ത് ലൊവാക്കിന്റെ അപക്വതയും വിഡ്ഢിത്തവുമാണ് അവന്റെ സഹോദരന്റെ മരണത്തിന് കാരണമായതെന്നും ലൊവാക്കിനോട് ജേക്ക് പറഞ്ഞുപോയി. കനത്ത കണ്ണീരോടെ ലൊവാക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെന്റെ തെറ്റല്ല. അന്ന് വഴക്കുകൂടിയായിരുന്നു രണ്ടുപേരും പിരിഞ്ഞത്. പിന്നീട് ദുഃഖത്തോടെ ജേക്ക് ഇരിക്കുമ്പോ
നീതീരി ഭർത്താവിന്റെ അടുക്കൽ ലൊവാക്കിനോട് പോയി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ജേക്കിന് എന്തു ചെയ്യണമെന്നൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. നീതീരി അപ്പോഴും കുറ്റം മുഴുവൻ സ്പൈഡറിന്റെ മേൽ ചുമത്തുകയും അവൻ അവിടെ നിന്ന് പോണോന്ന് പറയുകയും ചെയ്തു. പക്ഷേ ജെയ്ക്ക് പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഇത്രയധികം വെറുപ്പോട് നീ ജീവിച്ചാൽ അത് നിന്നെ നശിപ്പിച്ചു കളയും. താൻ മനുഷ്യരെ വെറുക്കുന്നു എന്നവൾ ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷേ താനും ഒരിക്കൽ മനുഷ്യനായിരുന്നു എന്നായിരുന്നു ജേക്കിന് അവളെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. അവരുടെ കുട്ടികൾ സങ്കരവർഗമാണെന്നും അവർ മനുഷ്യരെ വെറുക്കുന്നുവെങ്കിൽ അവർ യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തെയാണ് വെറുക്കുന്നതെന്നും ജേക്ക് കൂട്ടിച്ചേർത്തു. നീതീരി വേദന കൊണ്ട് കരഞ്ഞു. ജേക്ക് അവളെ ചേർത്ത് പിടിച്ചു. ഒടുവിൽ അവളോട് തന്റെ കഠിനമായ വാക്കുകൾക്ക് മാപ്പ് ചോദിച്ചു. മറുവശത്ത് ലൊവാക്കിനെ ആശ്വസിപ്പിക്കാൻ അവന്റെ സഹോദരിയും കാമുകിയും എത്തി. അവൻ കുടുംബത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടവനാണ് എന്നവനെ അവർ ഓർമ്മിപ്പിച്ചു. പിന്നീട് അവർ അവരുടെ അമ്മയുടെ ഒളിപ്പിച്ച വില്ലെടുത്തു. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അത് നന്നാക്കാൻ അധ്വാനിച്ചു. ആ സമയം സ്പൈഡറാകട്ടെ തനിക്ക് പുതുതായി രൂപപ്പെട്ട എല്ലാ കഴിവുകളും പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ജീവികളുടെ പുറത്ത് സവാരി ചെയ്യുന്നതിൽ അവൻ പരിശീലിച്ചു. വിജയം കണ്ടെത്തി. കിരി അവനെ സഹായിച്ചിരുന്നു. ഇതിനിടയിൽ കിരിയും അവനും തമ്മിൽ അടുത്ത ബന്ധം രൂപപ്പെട്ടു. മറുവശത്ത് ക്വാറച്ചും മറ്റുള്ളവരും സ്പൈഡറെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ അവർ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ ചിന്തിച്ച് ആഷ് ഗോത്രത്തെ തങ്ങളുടെ കൂടെ കൂട്ടുവാൻ ക്വാറച്ച് തീരുമാനിച്ചു. ആയുധങ്ങളുമായി ക്വാറച്ച് ചാരമനുഷ്യരുടെ ഗോത്രത്തിലേക്ക് ചെന്നു. പൂർണ്ണമായും കത്തിനശിച്ച പുരാതന വനത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അവിടെ എത്തിയതും ഗ്രാമവാസികൾ ക്വാറച്ചിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. വരാങ്ങോട്ടേക്ക് കടന്നു വന്നു. പക്ഷേ പൂർണ്ണ സജ്ജീകരണത്തോടെയായിരുന്നു ക്വാറച്ച് എത്തിയിരുന്നത്. ക്വാറച്ചിന്റെ നിർദ്ദേശമെത്തിയതും ദൂരെ നിന്നും സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് വരാങ്ങിനെയും സംഘത്തെയും ക്വാറച്ചിന്റെ ആളുകൾ ഭയപ്പെടുത്തി. താൻ സന്ധി സംഭാഷണത്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ക്വാറച്ച് പറഞ്ഞതും വരാങ് അതിന് തയ്യാറായി. വരാങ് ക്വാറച്ചിനെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്വാറച്ചിന്റെ മുഖത്തേക്ക് നിഗൂഢമായ ഒരു മാന്ത്രിക പൊടി ഊതി. ക്വാറച്ചിനെ അത് വല്ലാതെ ബാധിച്ചു. ആ സമയത്ത് വരാങ് തന്റെ ഭൂതകാലത്തെ പറ്റി പറഞ്ഞു. അവൾ കുട്ടിയായിരുന്നപ്പോൾ ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. അവളുടെ മുഴുവൻ ഗോത്രത്തെയും ചാരമാക്കിയ ഒരു വിഷദ്രാവകം അത് പുറന്തള്ളി. അവൾ അന്ന് ഐവയോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല. ഒടുവിൽ അവൾ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഐവ സർവശക്തിയല്ല. കുറച്ചു കാലത്തിനു ശേഷം അവൾ തീയുടെ യഥാർത്ഥ ശക്തി കണ്ടെത്തി. ഇപ്പോൾ അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് അവൾക്ക് കൃത്യമായിട്ടറിയാം. ക്വാറച്ചിന്റെ മേത്തൊരു ചെറിയ മുറിവുണ്ടാക്കിയ ശേഷം അവൾ ക്വാറച്ചിനെ നോക്കി അവൻ യഥാർത്ഥത്തിൽ എന്താണ് തിരയുന്നതെന്ന് ചോദിച്ചു. തങ്ങൾ ഇരുവരും ഒരേ കാര്യമാണ് തിരയുന്നതെന്നായിരുന്നു അവൻ അവളോട് പറഞ്ഞത്. തങ്ങൾക്ക് തുല്യനായ ഒരാളെ, തങ്ങളെപ്പോലെ തന്നെ ശക്തനായ ഒരാളെ, തങ്ങളെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരാളെ ക്വാറച്ച് അവൾക്ക് നിരസിക്കാൻ കഴിയാത്തൊരു ഓഫർ നൽകി. അവൾക്ക് ആയുധങ്ങൾ വേണമെങ്കിൽ താൻ അത് അവൾക്ക് നൽകും. അവൾക്ക് തീയുടെ ശക്തി വേണമെങ്കിൽ അത് അവൾക്ക് താൻ നൽകും. പകരം അവനെ അവൾ സ്വീകരിക്കും. അവർ ബന്ധത്തിലാവും. ക്വാറച്ചിന്റെ സഹായത്തോടെ അവൾക്ക് വലിയ ശക്തി കേന്ദ്രമായി മാറാം. അവന്റെ ആ വാക്കുകൾ അവളെ അപ്രതീക്ഷിതമായി സ്വാധീനിച്ചു. അവളുടെ വിശ്വാസം നേടുന്നതിനായി അവൻ വാഗ്ദാനം ചെയ്തതെല്ലാം നൽകി. അങ്ങനെ ക്വാറച്ചും അവളും എല്ലാ തരത്തിലും പാർട്ട്നേഴ്സായി മാറി. വരാങ്ങുമായി ക്വാറച്ച് പ്രണയബന്ധം ആരംഭിച്ചു. മറുവശത്ത് നീതീരി പരിശീലിക്കുന്നുണ്ടായിരുന്നു. താൻ തയ്യാറാക്കിയ നീതീരിയുടെ വില്ല് ലൊവാക്ക് നീതീരിക്ക് കൊണ്ടുകൊടുത്തു. പയക്കാൻ അവിടം വിട്ട് പോയ കാര്യം ലൊവാക്ക് അറിഞ്ഞിരുന്നു. പയക്കാനെ തിരക്കി പോകാൻ ലൊവാക്ക് തീരുമാനിച്ചു. വിവരമറിഞ്ഞ് ടോനോവാരിയുടെ മക്കളും ലൊവാക്കിന്റെ പിന്നാലെ പോയി. വിവരം ജേക്കിന്റെ ചെവിയിലെത്തി. നീതീരിക്ക് തന്റെ മകനെ രക്ഷിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ടോനോവാരിയുടെ ഉപദേശം സ്വീകരിച്ച് കാത്തിരിക്കാൻ തീരുമാനിച്ചു. മറുവശത്ത് പയക്കാനെ തിരഞ്ഞുകൊണ്ടിരുന്ന ലൊവാക്ക് ക്രൂരമായ കടലിന്റെ ഭാഗത്തൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഇതേസമയം മറുവശത്ത് ക്വാറച്ചും അവന്റെ കുതന്ത്രക്കാരിയായ കാമുകി വരാങ്ങും ചേർന്നുകൊണ്ട് ഒരു ഗോത്രത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകാതെയാണ് കാടിനകത്ത് വെള്ളമെടുക്കാൻ പോയ കിരിയും സ്പൈഡറും വരാങ്ങിന്റെ സംഘത്തിന്റെ മുമ്പിൽ പോയി പെടുന്നത്. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്പൈഡറിനെ ക്വാറച്ച് പിടികൂടി. കിരിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ. ദൂരെ നിന്നും ആകാശനൗകകൾ പറന്നു പോകുന്നത് ജയ്ക്ക് നോക്കിക്കണ്ടു. യുദ്ധം അധികം അകലെയല്ല എന്ന് ജയ്ക്കിന് മനസ്സിലായി. ഇതിനിടയിൽ കിരി മടങ്ങിയെത്തി. സ്പൈഡറെ ക്വാറച്ച് കൊണ്ടുപോയ കാര്യം കിരി തന്റെ പിതാവിനോട് പറഞ്ഞു. ക്വാറച്ച് ആകട്ടെ അധികം വൈകാതെ ചാരമനുഷ്യരുടെ കൂടെ മിത്കായിന ദ്വീപിലേക്ക് വന്നെത്തി. ജെയ്ക്സുള്ളിയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു. ജെയ്ക്സുള്ളിയാകട്ടെ നീതിരിയെയും കുടുംബത്തെയും മാറ്റി നിർത്തി താൻ കീഴടങ്ങാൻ പോവുകയാണെന്നും ഇല്ലെങ്കിൽ അവർ ഇവിടെ മുഴുവൻ നശിപ്പിക്കുമെന്നും കൃത്യമായി പറഞ്ഞു. ഒരിക്കലും
നീതിരിയോട് അവരെ ആക്രമിക്കരുതെന്നും ജെയ്ക്ക് സൂചിപ്പിച്ചു. ജെയ്ക്ക് ക്വാറിച്ചിന് മുമ്പിൽ കീഴടങ്ങി. പക്ഷേ ക്വാറിച്ച് നീതിരിയും കൂടി കീഴടങ്ങണം എന്നാവശ്യപ്പെട്ടു. വരാങ്ങാകട്ടെ നീതിരിയുടെ ഹൃദയം തനിക്ക് വേണം എന്ന മട്ടിൽ ക്രൂരമായി പറഞ്ഞു. എന്നാൽ ഒടുവിൽ അവരൊരു കരാറിലെത്തി. വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ജെയ്ക്കിനെ മാത്രം അവർ ബന്ദിയാക്കി കൊണ്ടുപോവാൻ തീരുമാനിച്ചു. നീതിരിക്ക് ക്വാറച്ചിനെ കൊല്ലണമെന്ന കലിയുണ്ടായിരുന്നു. എന്നാൽ അവൾ തന്റെ ഭർത്താവിന്റെ വാക്കനുസരിച്ച് സ്വയം നിയന്ത്രിച്ചു. ആർഡിയെ തന്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ നിർബന്ധിതയായി മാറി. ഒടുവിൽ അവർ ബേസിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. RDIയുടെ ബേസിലേക്ക് ജെയ്ക്ക് ബന്ദിയാക്കി എത്തിക്കപ്പെട്ടതും ജെയ്ക്കിനെ കാണാൻ എല്ലാവരും അവിടെ തടിച്ചുകൂടിയിരുന്നു. ബേസിലെ കമാൻഡർ അങ്ങോട്ടേക്ക് എത്തി. ആഷ് ഗോത്രത്തിലെ ആളുകളെ കണ്ട് ഈ ജീവികൾക്ക് ഇവിടെ എന്ത് കാര്യം, അതുങ്ങളെ ഒഴിവാക്കാൻ കമാൻഡർ ഉത്തരവിട്ടു. പക്ഷേ ക്വാറിച്ച് അവരാണ് ജെയ്ക്കിനെ പിടിക്കാൻ സഹായിച്ചതെന്നും അവർക്കതിന്റെ ക്രെഡിറ്റ് നൽകണമെന്നും ഈ നിമിഷം ആഘോഷിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു കമാൻഡറോട് പറഞ്ഞത്. ഒടുവിൽ ക്വാറിച്ചിന്റെ വാക്കനുസരിക്കാൻ കമാൻഡർ നിർബന്ധിതയായി. സ്പൈഡറിനെയാകട്ടെ നിരവധി പരിശോധനകൾക്കായി അവിടെയുള്ളവർ കൊണ്ടുപോവുകയും ചെയ്തു. ഇതേസമയം കടലിൽ ലോവാക്കാകട്ടെ പയക്കാനായി തിരച്ചിൽ നടത്തുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അവന്റെ സുഹൃത്തുക്കളും വന്നെത്തി. അവരെല്ലാവരും ഒന്നിച്ചു. പിന്നാലെയായിരുന്നു ഒരു കൂട്ടം ജീവികൾ അവരെ ആക്രമിച്ചത്. ജീവൻ മരണ പോരാട്ടം നടന്നു. ഒടുവിൽ ടുൾക്കൂണുകളുടെ സഹായത്തിലായിരുന്നു അവർ രക്ഷപ്പെട്ടത്. എല്ലാം ഒന്ന് ശാന്തമായപ്പോ സുഹൃത്തുക്കൾ ഒന്നുചേർന്ന് സംസാരിച്ചു. അവർ ആശ്വാസം കണ്ടെത്തി. മറുവശത്ത് ക്വാറിച്ച് സ്പൈഡറുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്പൈഡർ ക്വാറിച്ചിന്റെ ക്ലോണിനെ തന്റെ പിതാവായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ ഒരു ക്ലോൺ മാത്രമാണെന്ന് സ്പൈഡർ പറഞ്ഞു. ക്വാറിച്ചും അത് അംഗീകരിച്ചു. പക്ഷേ തനിക്ക് സ്പൈഡറോട് സ്നേഹമാണെന്നും മരണപ്പെട്ടുപോയ അവന്റെ അമ്മയും അവനെ സ്നേഹിച്ചിരുന്നു എന്നും ക്വാറിച്ച് പറഞ്ഞു. പോകുന്നതിനു മുമ്പ് ക്വാറിച്ചിന്റെ അടുക്കൽ നിന്ന് അയാളുടെ ടാഗ് സ്പൈഡർ വാങ്ങിവെച്ചു. തിരച്ചിലിനൊടുവിൽ കടലിൽ വെച്ച് ലോവാക്കൊടുവിൽ പയക്കാനുമായി വീണ്ടും ഒന്നിച്ചു. ആ സമയം അവന്റെ സഹായത്തോടെ അരുങ്കൊല ചെയ്യപ്പെട്ട ടുൾക്കൂൺ ഗോത്രത്തിലെ ഒരേ ഒരു അതിജീവകനെ അവർ കണ്ടെത്തി. അന്ധനും വടുക്കൾ നിറഞ്ഞതുമായി മാറിയ ഒരു ടുൾക്കൂണായിരുന്നു അത്. അതത്രമേൽ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. മറുവശത്ത് സാഹചര്യം കൂടുതൽ മോശമാവുകയായിരുന്നു. ടുൾക്കൂൺ വേട്ടയാടാൻ മനുഷ്യരുടെ സംഘം RDI സംഘം തീരുമാനിച്ചു കഴിഞ്ഞു. കണ്ടെത്താൻ കഴിയുന്ന എല്ലാ ടുൾക്കൂണുകളെയും ഒന്നിച്ച് പിടികൂടി കൊല്ലാനും വേണ്ടതെടുക്കാനും അവർ പദ്ധതിയിടുകയായിരുന്നു. ഒരു വർഷത്തെ ലാഭം ഒരാഴ്ച കൊണ്ട് കൊയ്യാനായിരുന്നു അവരുടെ ശ്രമം. അവിടുണ്ടായിരുന്ന ജീവശാസ്ത്രജ്ഞർ അതിനെതിരെ പ്രതിഷേധിച്ചു. ആ ദൗത്യം ക്ഷമിക്കാൻ കഴിയാത്തതാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ അയാൾ തടയപ്പെടുകയായിരുന്നു ചെയ്തത്. വേട്ടയാടലുമായി ആ സംഘം മുന്നോട്ടു പോയി. ജേക്കാകട്ടെ തടവറയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ക്വാറിച്ചവനെ സന്ദർശിച്ച് ചില വാർത്തകൾ അറിയിച്ചു. ജേക്കിന്റെ വധശിക്ഷ നാളെ രാവിലെ 6 മണിക്ക് നിശ്ചയിച്ചിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഫയറിംഗ് സ്ക്വാഡ് വഴി ആദരവോടെയുള്ള മരണമായിരിക്കുമെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇതേസമയം തന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ നീതിരി തീരുമാനിച്ചിരുന്നു. ആഷ് ഗോത്രത്തിന്റെ രൂപത്തിലേക്ക് പൂർണ്ണമായും മാറിക്കൊണ്ട് അവൾ RDI ബേസിലേക്ക് കടന്നു ചെന്നു. മറുവശത്ത് സ്പൈഡർ ആകട്ടെ തന്റെ കയ്യിൽ കിട്ടിയ ടാഗ് കൊണ്ട് ലോക്ക് തുറന്ന് പുറത്തു കടന്നിരുന്നു. നീതിരി വരാങ്ങുമായി ഒരു ഏറ്റുമുട്ടൽ നടത്തി. പക്ഷേ ഒരു ഘട്ടത്തിൽ വരാങ് അവൾക്കുമേൽ തിരിഞ്ഞു. ഒടുവിൽ അവിടെ മുഴുവൻ അഗ്നിക്കിരയാക്കിക്കൊണ്ടായിരുന്നു നീതിരി രക്ഷപ്പെട്ടത്. മറുവശത്ത് ജെയ്ക്കിനെ രക്ഷപ്പെടുത്താൻ തഴയപ്പെട്ട ജീവശാസ്ത്രജ്ഞൻ മുന്നിട്ടിറങ്ങി. ഇയാൻ ഗാർവിൻ എന്നായിരുന്നു അയാളുടെ പേര്. ഇയാൻ ഗാർവിന്റെയും സ്പൈഡറുടെയും സഹായത്തോടെ ജെയ്ക്കിനെ രക്ഷപ്പെട്ട് പുറത്തു കടക്കാനായി. കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് നീതിരിയും എത്തിപ്പെട്ടതോടെ അവർ ഇക്രാനുമേൽ കയറി രക്ഷപ്പെട്ടു. മരിക്കാൻ പോയ ജെയ്ക്കിനെ അവസാന നിമിഷത്തിൽ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സ്പൈഡർ ആയിരുന്നു. ഒടുവിൽ സുരക്ഷിതമായ ഇടത്തിറങ്ങിക്കഴിഞ്ഞപ്പോ ജെയ്ക്ക് ഒരു കാര്യം തീരുമാനിച്ചു. സ്പൈഡറെ ഇനി കൊന്നുതള്ളിയേ പറ്റൂ. സ്പൈഡറിന്റെ ശ്വസനശേഷിയെക്കുറിച്ച് RDIക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അത് അപകടമാണ്. പക്ഷേ അത്തവണ നീതിരി ജെയ്ക്കിനെ തടഞ്ഞു. സ്പൈഡറാണ് ജെയ്ക്കിന്റെ ജീവൻ രക്ഷിച്ചതെന്നും പുനരാലോചിക്കാനും അവൾ ആവശ്യപ്പെട്ടു. പക്ഷേ ജെയ്ക്കിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. തന്റെ വളർത്തുപുത്രനെ കൊല്ലാൻ മനസ്സില്ലാ മനസ്സോടെ ജെയ്ക്ക് കാടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ കൊല്ലാൻ നിന്ന നിമിഷത്തിൽ സ്പൈഡർ ജെയ്ക്കിനോട് തന്നെ ജെയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യവും സാഹചര്യങ്ങളും ജെയ്ക്കിന്റെ മനസ്സിനെ മാറ്റി. ഒരിക്കലും തന്റെ മകനെ കൊല്ലാൻ ജെയ്ക്കിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നിറകണ്ണുകളോടെ ജെയ്ക്ക് അവനെ ചേർത്തു പിടിച്ചു. നീതിരിയും അവരുടെ കൂടെ ചേർന്നു. സ്പൈഡറിനോടുള്ള നീതിരിയുടെ ദേഷ്യമൊക്കെ മാറിയിരുന്നു. വലിയ യുദ്ധം വരാൻ പോവുകയാണ്. താനിനി തൊറൂക്ക് മാഗ്ദോ ആയെ
പറ്റൂ എന്ന് ജയ്ക്ക് തിരിച്ചറിഞ്ഞു. ജയ്ക്ക് തന്റെ തുറൂക്കിനെ കൂട്ടാൻ പുറപ്പെട്ടു. ഒടുവിൽ തുറൂക്ക് മാഗ്ദോവായി അവൻ തിരികെയെത്തി. വലിയ യുദ്ധത്തിനായി ഏവരെയും കൂടെ കൂട്ടണം എന്ന് ജയ്ക്ക് തീരുമാനിച്ചു. എല്ലാ ക്ലാനുകളെയും നേരിട്ട് കണ്ട് ജയ്ക്ക് യുദ്ധത്തിന് ക്ഷണിച്ചു. തുറൂക്ക് മാഗ്ദോ വിളിച്ചതുകൊണ്ട് തന്നെ വരാൻ അവർ തയ്യാറായി. തുൾക്കൂണുകളോടും സഹായം അഭ്യർത്ഥിക്കാൻ ജയ്ക്ക് തീരുമാനിച്ചു. തുൾക്കൂണിലെ ഏറ്റവും മുതിർന്ന പ്രധാന നേതാക്കളോട് ജയ്ക്കും ടോനോവാരിയും അടക്കം പോയി സംസാരിച്ചു. പക്ഷേ സമാധാനപ്രിയരായ ടുൾക്കൂണുകൾ യുദ്ധം തങ്ങളുടെ വഴിയല്ലെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു തീരുമാനിച്ചത്. അവരത്ര അപേക്ഷിച്ചിട്ടും ടുൾക്കൂൺ നേതാക്കൾ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലുവാക്കും മറ്റുള്ളവരും പയക്കാനെയും ടുൾക്കൂൺ വേട്ടയാടലിൽ ഏറെ വികൃതമാക്കപ്പെട്ട ശരീരത്തോടെയുണ്ടായിരുന്ന താണോക്കിനെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തിയത്. പയക്കാനെ കണ്ട് തുൾക്കാൻ മുതിർന്നവർ ദേഷ്യപ്പെട്ടെങ്കിലും നടന്ന കാര്യങ്ങൾ ലുവാക്കും പയക്കാനും താണോക്കും ചേർന്ന് വിശദീകരിച്ചു. താണോക്കിനും താണോക്കിന്റെ ഗോത്രത്തിനും പറ്റിയ കാര്യങ്ങളെപ്പറ്റി തുൾക്കൂൺ നേതാക്കൾ കേട്ടതും അവർ തങ്ങളുടെ തീരുമാനം പുനർപരിശോധിച്ചു. ഇതേസമയം മറുവശത്ത് RDA സംഘം തുൾക്കൂൺ വേട്ടയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. അവർ ക്വാറിച്ചിനെ സംഘത്തിൽ കൂട്ടിയിരുന്നില്ല. ക്വാറിച്ച് ഒരു പരാജിതനാണെന്നും പ്രസന്നറാവുകയാണ് വേണ്ടതെന്നുമായിരുന്നു കമാൻഡർ പറഞ്ഞത്. ജയ്ക്ക് രക്ഷപ്പെട്ടതുകൊണ്ടായിരുന്നു അത്. മറുവശത്ത് ടോണോവാരിയുടെ ഭാര്യയാകട്ടെ പ്രസവവേദനയാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കാവൽ നിൽക്കാൻ, തന്റെ കുടുംബത്തിന് കാവലാവാൻ തന്റെ മകൻ ലൊവാക്കിനെ വിശ്വസിച്ച് പൂർണ്ണമായി അവനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ജയ്ക്ക് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ടുൾക്കൂണുകളെ ആക്രമിക്കാൻ RDA സംഘം എത്തിയ സമയത്ത് പതിയിരുന്ന് ജയ്ക്കും സംഘവും യുദ്ധത്തിലേർപ്പെട്ടു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർക്ക് മേൽക്കൈ കിട്ടിയെങ്കിലും പക്ഷേ അധികം വൈകാതെ ചാരമനുഷ്യരും ക്വാറിച്ചും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അവർ കൂടി യുദ്ധത്തിൽ ഇടപെട്ടതോടെ കാര്യങ്ങൾ RDA സംഘത്തിന് അനുകൂലമായി മാറി. അതോടെ അത് കണ്ടു നിൽക്കാൻ പറ്റാതെ ഐവയുടെ സഹായം തേടാൻ കിരി തീരുമാനിച്ചു. പക്ഷേ അത് ചെയ്താൽ ഒരുപക്ഷെ അവളുടെ മരണം വരെ സംഭവിച്ചേക്കാം. ഐവയ്ക്കടുത്തെത്തി കിരി ഐവയുമായി കണക്ട് ചെയ്ത് പ്രാർത്ഥന നടത്തി. ഇതിനിടയിൽ യുദ്ധം കനക്കുകയാണ്. ടൊൾക്കൂണുകളും യുദ്ധത്തിലുണ്ടെങ്കിലും അതിനൊക്കെ പരിക്കേറ്റു കഴിഞ്ഞു. മെറ്റ്കായിനിയിലെ മാതൃമേധാവിയായ റൊണാൾഡിന് പരിക്കേറ്റു. നെയ്തീരി അവരെ രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷേ പ്രസവത്തിനിടയിൽ അവർ കൊല്ലപ്പെട്ടു. പെൺകുഞ്ഞിനെ സുരക്ഷിതയാക്കി. പൈഡറിന്റെയും ജയ്ക്കിന്റെ മകളായ ടുക്കിന്റെയും സഹായത്തോടെ കിരിയൊടുവിൽ ഐവയുമായി ആശയവിനിമയം നടത്തി. സഹായത്തിനായി പൂർണ്ണമായി അഭ്യർത്ഥിച്ചു. ഒടുവിൽ അതിന് മറുപടി ലഭിച്ചു. പാണ്ടോറയിലെ വന്യജീവികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. ബാക്കിയുള്ള RDA സേനയെ അവ ഒന്നുചേർന്ന് ആക്രമിച്ചു. ഒറ്റപ്പെട്ടുപോയ ടുൾക്കൂണുകളെ അവ രക്ഷിച്ചു. വറാങ് നെയ്തീരിയെ കൊല്ലാൻ ശ്രമിക്കുന്നുവെങ്കിലും കിരി അതിനെ പ്രതിരോധിച്ചു. തന്റെ ശക്തി ഉപയോഗിച്ച് വറാങ്ങിനെ കൺട്രോൾ ചെയ്ത് അവളെ മെന്റലി ടോർച്ചർ ചെയ്ത് അവിടെ നിന്ന് കിരി ഓടിച്ചു. ഇതേസമയം മറുവശത്ത് ജയ്ക്കും ക്വാറിച്ചും തമ്മിൽ കയ്യാങ്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുണ്ടായ ഒരു ഗ്രാവിറ്റി റിഫ്റ്റിനുള്ളിൽ നിന്നായിരുന്നു അവരുടെ ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. എല്ലാം ആ മാഗ്നറ്റിക് ഫ്ലക്സിലേക്ക് വലിച്ചെടുപ്പിക്കപ്പെടുകയായിരുന്നു. കപ്പലുകളും എല്ലാം അതിൽ വീണ് നശിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആ കാന്തിക പ്രവാഹത്തിലേക്ക് ഒടുവിൽ ജയ്ക്കും ക്വാറിച്ചും എറിയപ്പെട്ടു. അവർ തമ്മിലുള്ള പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് സ്പൈഡറും എത്തി. ഏറ്റുമുട്ടലിനിടയിൽ സ്പൈഡർ ഒരു പാറയിൽ നിന്ന് തെന്നി താഴേക്ക് പതിക്കാനായി പോയി. ആ ഒരു നിമിഷത്തിൽ ആക്രമണം നിർത്തി രണ്ടച്ഛന്മാരും ചേർന്ന് സ്പൈഡറെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഒടുവിൽ സ്പൈഡറെ അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. മാറിയൊരു മനുഷ്യനായി ജീവിക്കണം എന്നൊരുപക്ഷെ ക്വാറിച്ച് ആഗ്രഹിച്ചിരുന്നു. ക്വാറിച്ചിന് ഒരവസരം കൊടുക്കാൻ ജയ്ക്കും തീരുമാനിച്ചു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് നെയ്തീരിയും മക്കളും വന്നത്. അത് കണ്ടതും ക്വാറിച്ച് ആ പാറയിൽ നിന്ന് താഴേക്കെടുത്ത് ചാടി സ്വയം കൊല്ലപ്പെടാൻ എന്ന പോലെ. ഒടുവിൽ സള്ളി കുടുംബം വീണ്ടും ഒന്നിച്ചു. യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിരുന്നു. ഐവയുടെ സഹായത്തോടെ പാണ്ടോറയിലെ ജീവിവർഗങ്ങൾ അതിൽ വിജയിച്ചു. ഒടുവിൽ പുതിയൊരു പുലരി ആരംഭിച്ചു. യുദ്ധത്തിനു ശേഷം ഗോത്രം മുഴുവനും ഐവയുമായി കണക്ട് ചെയ്തു. സ്പൈഡറും അവരോടൊപ്പം ചേർന്നിരുന്നു. ആത്മീയ ലോകത്ത് മൺമറഞ്ഞു പോയവർ അവനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മരണപ്പെട്ട എല്ലാ നബികളെയും അവിടെ വെച്ച് സ്പൈഡർ കണ്ടു. കിരി സ്പൈഡറിനെ തന്റെ അമ്മയായ ഗ്രേസിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഒടുവിൽ അവർ അവനെ നാവി ജനതയുടെ ഭാഗമായി ഔദ്യോഗികമായി സ്വീകരിച്ചു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അവതാർ 3യുടെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.